മട്ടത്രികോണത്തിൻ്റെ കർണം 41 സെൻറ്റിമീറ്റർ, മറ്റ് രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുക 49 സെൻറ്റിമീറ്റർ. ആ രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. മട്ടത്രികോണം ഇത് 90 ഡിഗ്രി, അപ്പോൾ ഇത് കർണം എത്രയാണ്? 41 സെൻറ്റിമീറ്റർ. മറ്റ് രണ്ട് വശങ്ങൾ നമ്മൾ എ ബി എന്ന് എടുത്തു. ഇനി എന്താ, ഈ മറ്റ് രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുക തന്നിട്ടുണ്ട്. ഈ രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുക, അതായത് എ പ്ലസ് ബി നമുക്കറിയാം എത്രയാണ്? 49. നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണ സ്ക്വയർ. പൈത്തഗോറസ് സിദ്ധാന്തം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം 41 സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം 41 സ്ക്വയർ 1681 അവിടെ ഇരിക്കട്ടെ. ഇനി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന സൂത്രവാക്യം വയ്ക്കുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ സൂത്രവാക്യം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇതിൽ വില കൊടുക്കുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി 49 ആണ്. 49 സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്ര? 1681 പ്ലസ് 2ab. 49 സ്ക്വയർ 49 × 49 2401. നമുക്ക് ഇതും എടുക്കുക, കുറയ്ക്കണം എന്ന് വരും അല്ലേ? 1681 കുറയ്ക്കുമ്പോൾ 0 2 8 10 1 6 7 7 14 720 സമം 2ab. എങ്ങനെ എ ബി കാണുക? എ ബി സമം 720/2 എത്ര വരും? 360 എന്ന് വന്നു. എ ബി കിട്ടി നമുക്ക്. ഇനി നമുക്ക് എ ബി 360. ഇനി നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന സൂത്രവാക്യം വയ്ക്കാം. സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab വില കൊടുക്കുക. എ മൈനസ് ബി ഹോൾ സ്ക്വയർ അറിയില്ല. സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്രയാണ്? 1681 മൈനസ് 2ab. 2ab പറയുമ്പോൾ 720 ആണ്. 720 കുറയ്ക്കുമ്പോൾ 1 6 × 8 9 961. എ മൈനസ് ബി ഹോൾ സ്ക്വയർ 961. അപ്പോൾ എ മൈനസ് ബി എങ്ങനെ കാണുക? അതിൻ്റെ റൂട്ട് കാണുക. 961 റൂട്ട്. ഉത്തരം 31. ഒരു പരീക്ഷയിൽ ഉദ്യോഗാർത്ഥി 465 മാർക്ക് നേടുന്നു. ആകെ മാർക്കിനെ 900ലേക്ക് മാറ്റിയാൽ മാർക്ക് 837 ആകും. എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? അപ്പോൾ ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് കിട്ടി? 465 മാർക്ക് കിട്ടി. എത്രയില അതറിയില്ല. അപ്പോൾ പരീക്ഷ നടത്തിയത് മാക്സിമം മാർക്ക് അറിയില്ല, അതിൽ 465 മാർക്ക് കിട്ടി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അതിനെ 900ലേക്ക് മാറ്റി നോക്കി. ഇതിപ്പോൾ എത്ര മാർക്കെന്ന് അറിയില്ല, അതിൽ 465 മാർക്കാണ്. ഇതിനെ നമുക്ക് 900ലേക്ക് മാറ്റി. അപ്പോൾ എന്താ? 900ലാക്കുമ്പോഴോ മാർക്ക് എത്രയായി? 837 മാർക്കായി. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ് അല്ലേ? ആകെയുള്ള മാർക്കിൽ 465 ഇതിനെ മാറ്റി 900ലേക്ക് ആക്കിയപ്പോൾ 837. ഇത് രണ്ടും തുല്യമാണ്. ഇതൊന്ന് എക്സിൻ്റെ വില കാണണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ്? 837 × എക്സ് സമം 465 × 900. എക്സ് എങ്ങനെ കാണുക? 465 × 900 എത്ര വരും? 837. വെട്ടിച്ചുരുക്കാം നമുക്ക് 3 കൊണ്ട്. 2 3 6 ശിഷ്ടം 2 23 7 3 21 ശിഷ്ടം 2 27 9 3 27. ഇവിടെ 300 എന്ന് വരും. വീണ്ടും നമുക്ക് 3 കൊണ്ട് 9 3 27 3 9 ഇവിടെ 100 എന്ന് വരും. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി പഠിച്ചെടുക്കാം. 3 കൊണ്ട് 3 9 1 3 3 ഇവിടെ 1 3 3 ശിഷ്ടം 1 16 I 3 15 ശിഷ്ടം 1 15 I 3 15. 31നെ 5 കൊണ്ട് ഗുണിച്ചാൽ 155 കിട്ടും. 31 × 5 155. അപ്പോൾ ഇത് വെട്ടിയിട്ട് ഇവിടെ നമുക്ക് 5 എന്ന് വരും. 5 × 100 500 എന്ന് കിട്ടും. എക്സ് അതായത് ശരിക്കും പരീക്ഷ നടത്തിയത് 500ലാണ്. പരീക്ഷയുടെ മാക്സിമം മാർക്ക് 500. ഒരു പരീക്ഷയിൽ ഉദ്യോഗാർത്ഥി 465 മാർക്ക് നേടുന്നു. ആകെ മാർക്കിനെ 900ലേക്ക് മാറ്റിയാൽ മാർക്ക് 837 ആകും. എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? പരീക്ഷയിൽ ഉദ്യോഗാർത്ഥി 465 മാർക്ക് കിട്ടി. ഉദ്യോഗാർത്ഥിക്ക് 465 മാർക്ക് കിട്ടി. എത്രയിലാണ് കിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ നമുക്കത് എക്സ് എടുക്കുക. അപ്പോൾ പരീക്ഷയുടെ ആകെ മാർക്കാണ് കാണേണ്ടത്. അപ്പോൾ അതറിയില്ല. ആ എക്സ് എന്ന മാർക്കിൽ എത്ര കിട്ടി? 465 മാർക്ക് കിട്ടി. ഇനിയോ ഈ മാർക്കിനെ 900ലേക്ക് മാറ്റി നോക്കി. ശതമാനം കണക്കാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ മാർക്കിനെ 900ലേക്ക് ആക്കി നോക്കി. അപ്പോൾ ഒരു സംഖ്യയോട് 5 കൂട്ടിയ ശേഷം വർഗം എടുത്ത് അതിൽ നിന്ന് 4 കുറച്ചപ്പോൾ 32 കിട്ടി. സംഖ്യ ഏത്? ഒരു സംഖ്യയോട് സംഖ്യ നമുക്കറിയില്ല, സംഖ്യ എക്സ് വിചാരിക്കുക. സംഖ്യയോട് 5 കൂട്ടി, 5 കൂട്ടിയ ശേഷം വർഗം എടുക്കുക, സ്ക്വയർ. അതിൻ്റെ സ്ക്വയർ കണ്ടു. വർഗമെടുത്ത് അതിൽ നിന്ന് 4 കുറയ്ക്കണം. 4 ചെയ്തപ്പോൾ 4 കുറച്ചപ്പോൾ എത്ര കിട്ടി? 32 സമം 32. നമുക്ക് ഇന്ന് എക്സിൻ്റെ വില കാണണം. അപ്പോൾ x + 5 ഹോൾ സ്ക്വയർ
-4 അങ്ങോട്ട് എടുത്തു സമം എന്തായി 32 + 4 സമം 36. എക്സ് പ്ലസ് 5ൻ്റെ സ്ക്വയർ 36. എക്സ് പ്ലസ് 5ൻ്റെ സ്ക്വയർ 36. അപ്പോൾ എക്സ് പ്ലസ് 5ൻ്റെ സ്ഥാനത്തെ സംഖ്യ കാണാൻ ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. √36 അല്ലേ. എക്സ് പ്ലസ് 5 സമം 36ൻ്റെ റൂട്ട്. 36ൻ്റെ റൂട്ട് നമുക്ക് പോസിറ്റീവ് ആറോ നെഗറ്റീവ് ആറോ ആവാം. 36ൻ്റെ റൂട്ട് +6 ആവാം -6 ആവാം. അപ്പോൾ നമുക്ക് 6 എടുത്ത് നോക്കാം, പോസിറ്റീവ് 6. അതേപോലെ -6 ആവാമല്ലോ. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 5 സമം -6 എന്ന് കൊടുക്കുക. 2 ഓപ്ഷൻസ് കൊടുക്കുക. ഇതിൽ നിന്ന് എങ്ങനെ എക്സ് കാണുക? എക്സ് സമം 6 കുറയ്ക്കണം 5. 6 കുറയ്ക്കണം 5 സമം 1. അപ്പോൾ സംഖ്യ 1 ആയിരിക്കാം. അല്ലെങ്കിലോ ഇതിൽ നിന്ന് എങ്ങനെ എക്സ് കാണുക? എക്സ് സമം -6 + 5 അങ്ങോട്ട് എടുത്തു -5. -6 5 കുറച്ച് എത്ര? -11. അപ്പോൾ സംഖ്യ ഏതായിരിക്കാം? 1 അല്ലെങ്കിൽ -11 ആയിരിക്കാം. 4, 12, 36, 108 എക്സെട്ര എന്ന ശ്രേണിയിലെ 7ാം പദം കാണുക. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ 4, 3, 12, 12 × 3 36, 36 × 3 108, 3 കൊണ്ട് ഗുണിച്ച് പോവുകയാണ്. ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ച് പോകുന്നു. അപ്പോൾ അതെന്താണ്? ജിയോമെട്രിക് പ്രോഗ്രഷനാണ്, സമഗുണിത ശ്രേണിയാണ്. സമഗുണിത ശ്രേണി ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ച് പോവുക. ഒരേ സംഖ്യ കൂട്ടി പോകുമ്പോൾ സമാന്തര ശ്രേണി, ഇത് ഗുണിച്ച് പോവുകയാണ്. അപ്പോൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ സമഗുണിത ശ്രേണിയാണ്. 7ാം പദം കാണണം. സമഗുണിത ശ്രേണിയിലെ ആം പദം കാണാൻ സമഗുണിത ശ്രേണിയിലെ n-ാം പദം, അതായത് Tn കാണാനുള്ള സൂത്രവാക്യം a × r ഘാതം n-1. a ആദ്യ പദം, r പൊതുഗുണകം എന്ന് പറയും, പൊതുഗുണകം. അപ്പോൾ നമുക്ക് വില കൊടുക്കുക. Tn n-ാം പദം. ഇവിടെ എത്രാം പദം? 7ാം പദം സമം a ആദ്യ പദം എത്രയാണ്? 4 × ഇത് കോമൺ റേഷ്യോ കാണാൻ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഹരിച്ചാൽ മതി. 2ാം പദത്തിനെ ആദ്യ പദം കൊണ്ട് ഹരിക്കുക. സമാന്തര ശ്രേണിയാണെങ്കിൽ നമ്മൾ കുറയ്ക്കും 12 4. ഇതുപോലെ ഇത് സമഗുണിതമാകുമ്പോൾ ഹരിക്കുക. 12നെ 4 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിലോ 36നെ 12 കൊണ്ട് ഹരിച്ചാൽ ഒരേപോലെ കിട്ടും, 3 എന്ന് കിട്ടും. അപ്പോൾ കോമൺ റേഷ്യോ എത്ര? 3. പിന്നെ n 7ആണ്. അപ്പോൾ എന്താ? n-1 7 -1. അപ്പോൾ 4 × 3 ഘാതം 7 കുറച്ചാൽ 6 സമം 4 × 3 ഘാതം 6. 3 6 തവണ ഗുണിക്കുക. 3 × 3 9 × 3 27 × 3 81 × 3 243 × 3 729. ഇത് ഗുണിക്കുക. 4 9 36 ശിഷ്ടം 3 4 2 8 3 11 ശിഷ്ടം 1 4 78 29. ഉത്തരം 2916. 256 സമം 16 ഘാതം a/5 ആയാൽ എയുടെ വില കാണുക. 256 സമം 16 ഘാതം a/5. 256നെ നമുക്ക് 16 സ്ക്വയർ എന്ന് എഴുതാം. 256നെ 16 സ്ക്വയർ, 16 × 16 256 ആണ്. സമം ഇവിടെ അതുപോലെ എഴുതുക 16 ഘാതം a/5. ഇതൊരു സമവാക്യമാണ്. സമവാക്യത്തിൻ്റെ ഇരുവശത്തും ബേസ് ഈക്വലാണ്, ഇരുവശത്തും പാദസംഖ്യകൾ തുല്യം. അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും, എക്സ്പോണൻസ് തുല്യമായിരിക്കണം. ഇവിടെ കൃതി എന്താ? 2 സമം ഇവിടെ കൃതി എന്താ? a/5. 2 സമം a/5. a എങ്ങനെ കാണുക? a കാണുമ്പോൾ /5 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ a സമം ഇവിടെ 2 ഉണ്ട്, /5 അങ്ങോട്ട് വരുമ്പോൾ × 5. ഉത്തരം ഇവിടെ × 5 10. 1/4 ഹരിക്കണം 1/4 ഹരിക്കണം 1/4. ഇവിടെ തുടർ ഹരണങ്ങളാണ് വരുന്നത്, കണ്ടിന്യൂസ് ഡിവിഷനാണ് വരുന്നത്. നമുക്ക് അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് ആദ്യത്തെ എഴുതുക ഫ്രാക്ഷൻ, അതേതാ? 1/4. അത് അംശമായിട്ട് എഴുതുക. ആദ്യത്തെ ഫ്രാക്ഷൻ ന്യൂമറേറ്ററായിട്ട് എഴുതുക. എന്നിട്ട് ഇത് രണ്ടും ഛേദങ്ങളായി ഗുണിക്കുക. അപ്പോൾ 1/4 × 1/4 അംശം 1/4 ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 1 × 1 1/4 × 4 16. ഇത് നമുക്ക് എന്താ ചെയ്യാന്നറിയാം? ന്യൂമറേറ്റർ അതുപോലെ ഇടുക അല്ലേ? അംശം 1/4 ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. ഇൻറ്റു എന്നിട്ടിട്ട് റെസിപ്രോക്കൽ ഇടുക. 16/1. ഇവിടെ വെട്ടിച്ചുരുക്കം നമുക്ക് 4 എന്ന് വരും. അപ്പോൾ 1 × 4 4/1 എന്ന് വരും. അതായത് ഉത്തരം 4. 100 9 121 ഡാഷ്. നമുക്ക് 2 ജോഡി സംഖ്യകൾ തന്നിട്ടുണ്ട്. ഒരു ജോഡി 100 9, ഒരു ജോഡി 121. ഈ ജോഡിയിലത്തെ അടുത്ത സംഖ്യ അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ജോഡിയിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം 100 9മായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, 100നെ എന്ത് ചെയ്താൽ 9 കിട്ടും, അതേപോലെ 121നെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബന്ധത്തിൽ താഴത്തെ സംഖ്യ എടുക്കുക. എത്ര? 100. അതിൻ്റെ റൂട്ട് കണ്ട് നോക്കുക. 100ൻ്റെ റൂട്ട് എത്രയാണ്? 10. അതിൽ നിന്ന് 1 കുറച്ച് നോക്കുക. 9.
നമ്മളെന്ത് ചെയ്തു? ആദ്യത്തെ സംഖ്യ എടുത്തു, റൂട്ട് കണ്ടു, 1 കുറച്ചു, രണ്ടാമത്തെ സംഖ്യ കിട്ടും. അതേ ബന്ധം ഇവിടെ കിട്ടുന്നുണ്ടോ? എത്രയാണ്? 121 റൂട്ട് ഓഫ് 121 11 അല്ലേ? അതിൽ നിന്ന് 1 കുറച്ചാലോ 10 കിട്ടും. അത് ഓപ്ഷനിലുണ്ടോ നോക്കുക. ഓപ്ഷനിലുണ്ട്. ഉത്തരം 10. രണ്ട് സംഖ്യകളുടെ തുക 36, അവയുടെ HCF 3, LCM 105, സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക കാണുക. രണ്ട് സംഖ്യകളുണ്ട്, AB എന്ന് വിചാരിക്കുക. രണ്ട് സംഖ്യകൾ AB, അവയുടെ തുക 36. ഇപ്പോൾ A + B നമുക്കറിയാം 36. പിന്നെ HCF 3 ആണ്, LCM 105 ആണ്. വ്യുൽക്രമങ്ങളുടെ തുക കാണണം. നമുക്കൊരു സൂത്രവാക്യം അറിയാം. എന്താണ്? LCM × HCF, HCF × LCM. രണ്ട് സംഖ്യകളുടെ HCFനെ ആ സംഖ്യകളുടെ LCM കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. എന്താണ്? രണ്ട് സംഖ്യകളുടെ HCFനെ LCM ഇത് രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യകളുടെ പ്രൊഡക്റ്റിനോട് തുല്യമാണ്, ആ സംഖ്യകളുടെ ഗുണനഫലത്തോട് തുല്യമാണ്. വില കൊടുക്കുക. HCF എത്രയാണ്? 3 × LCM എത്രയാണ്? 105 സമം സംഖ്യകളുടെ ഗുണനഫലം. സംഖ്യകളുടെ ഗുണനഫലം എന്താ? AB അല്ലേ വരിക? AB എത്ര വരിക? 3 × 315 എന്ന് വരും. 315 സമം AB. നമുക്ക് A + B അറിയാം, AB അറിയാം. നമുക്ക് എന്താ കാണേണ്ടത്? സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക, റെസിപ്രോക്കൽസിൻ്റെ സമ്മ. സംഖ്യകൾ AB അല്ലേ? അപ്പോൾ എയുടെ റെസിപ്രോക്കൽ 1/A, ബിയുടെ റെസിപ്രോക്കൽ 1/B. അതിൻ്റെ സമ്മ ഇത് കാണണം. ഇതെങ്ങനെ കൂട്ടുക? 1 × B കൂട്ടണം 1 × A ഛേദങ്ങൾ ഗുണിക്കുക AB. നമുക്ക് A + B അറിയാം. എത്ര A + B? 36. A + B 36/AB 315. നമുക്ക് വെട്ടിച്ചുരുക്കാം 3 കൊണ്ട്. 12 3 36. ഇവിടെ വെട്ടുമ്പോൾ 1 3 3, 1 0 0, 15 I 3 15. വീണ്ടും 3 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 4 3 12, 3 9, ഇഷ്ടം 1, 15 I 3 15. ഉത്തരം 4/35. ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്ക് 4 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ക്ലോക്കിലെ സമയം 2 മണി 10 മിനിറ്റിൽ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം കാണുക. ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതാണ് മിനിറ്റ് സൂചി. സമയം 2:10 2:25 എത്തുമ്പോൾ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം, അതായത് ഈ നീളം R, ഈ ചാപത്തിൻ്റെ ആർക്കിൻ്റെ ലെങ്ത്ത് കാണണം, ചാപത്തിൻ്റെ നീളം കാണണം. നമുക്കതിന് ആദ്യം ഈ കോണ് കാണണം. അതായത് ഇപ്പോൾ നമുക്ക് മിനിറ്റ് സൂചിയുണ്ട്. ഈ മിനിറ്റ് സൂചി 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റിൽ ഈ മിനിറ്റ് സൂചി 60 മിനിറ്റ് സഞ്ചരിക്കുകയായിരിക്കുക. മിനിറ്റ് സൂചി 60 മിനിറ്റ് ഇവിടെ നിങ്ങൾ ഇറങ്ങിയാൽ ഇവിടെ വരെ എത്തും. അപ്പോൾ എത്ര ഡിഗ്രി വരും? 360 ഡിഗ്രി. ഈ മിനിറ്റ് സൂചി ഇവിടുന്ന് പുറപ്പെട്ട് ഇതൊരു വൃത്തമാണ്, ഇത് കൂടെ വന്ന് ഇവിടെ എത്തുമ്പോൾ വൃത്തത്തിൻ്റെ ഡിഗ്രി അളവ് 360. അപ്പോൾ മിനിറ്റ് സൂചി 60 മിനിറ്റിൽ എത്ര കോണം ഉണ്ടാക്കുക? 360 ഡിഗ്രി. 60 മിനിറ്റിൽ 360 ഡിഗ്രി. അപ്പോൾ 1 മിനിറ്റിൽ എത്ര വരും? 360/60 6 ഡിഗ്രി. അതായത് മിനിറ്റ് സൂചി 1 മിനിറ്റിൽ ഉണ്ടാക്കുന്ന കോൺ 6 ഡിഗ്രിയാണ്. മിനിറ്റ് സൂചി 1 മിനിറ്റിൽ എത്ര ഉണ്ടാക്കും? 6 ഡിഗ്രി ഉണ്ടാക്കും. ഇവിടെ എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ് അല്ലേ? 2:10 മുതൽ 2:20 വരെ 15 മിനിറ്റ് ആയതുകൊണ്ട് 15 മിനിറ്റിൽ എത്ര കോൺ ഉണ്ടാക്കുക? 15 × 6 90 ഡിഗ്രി. നമുക്ക് എന്ത് കിട്ടി? ഈ കോണ് കിട്ടി. എത്രയാണ്? 90. നമുക്ക് എന്താ കാണേണ്ടത്? ചാപത്തിൻ്റെ നീളം. സൂത്രവാക്യം 2πr × θ/360. R പറഞ്ഞാൽ റേഡിയസ്, ആരം, അത് ഈ സൂചിയുടെ നീളമാണ്. നമുക്കറിയാം 4. തീറ്റ പറഞ്ഞാൽ കോണ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. വില കൊടുക്കുക. 2πr നമുക്ക് 4 ഇൻറ്റു തീറ്റ 90/360. നമുക്ക് ഈ 4 360 വെട്ടിച്ചെടുക്കുമ്പോൾ 90 എന്ന് വരും. 90 വെട്ടി പോയിട്ട് 2 π എന്ന് വരും. അപ്പോൾ 2 × πൻ്റെ വില എത്രയാണ്? 3.14. ഉത്തരം 6.28 സെൻറ്റിമീറ്ററാണ് ഈ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം. 2.0.75x × 2.1.75 സമം 2.10 ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്ക് ഇത് ഒരു കൃത്യങ്ക നിയമം വെച്ചിട്ട് ചെയ്യാം. ലോ ഓഫ് എക്സ്പോണൻറ്റ്. അതായത് A × m × A × n സമം എന്താ വരിക? A × m + n. അതായത് പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ തമ്മിൽ കൂട്ടുക. ഈ രൂപത്തിലാണ് ഇവിടെ അല്ലേ? ഈ രൂപത്തിലാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? പാദസംഖ്യ എഴുതി, അതുപോലെ ഇവിടെ പാദസംഖ്യ എന്താ? 2. എന്നിട്ട് m n കൂട്ടിയ പോലെ ഇത് രണ്ടും കൂടി കൂട്ടുക. എന്താണ്? 0.75x കൂട്ടണം 1.75. അപ്പോൾ നമ്മൾ സമത്തിൻ്റെ ഇടതുവശം ചെയ്തു. സമം വലതുവശം എന്താ? 2.10. ഇതൊരു സമവാക്യമാണ് അല്ലേ? ഇതൊരു സമവാക്യമാണ്. സമവാക്യത്തിൽ ഇരുവശത്തും ബേസ് ഈക്വലാണ്, പാദസംഖ്യകൾ. അപ്പോൾ എക്സ്പോണൻസ് ഈക്വൽ ആയിരിക്കണം, കൃതികൾ ഈക്വൽ ആയിരിക്കണം. ഇവിടെ എന്താ കൃതി? 0.75x +
1.75 സമം 10. എക്സ് കാണണമെങ്കിൽ ഇതിവിടെ നിർത്തിയിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 0.75 എക്സ് സമം ഇവിടെ 10 കുറയ്ക്കണം എന്നാവും. ഇത് അങ്ങോട്ട് പോകുമ്പോൾ കുറയ്ക്കണം. 1.75 0.75 എക്സ് സമം 10 1/4 കുറച്ചാൽ 10 1/4 കുറച്ചാൽ നമുക്ക് എന്ത് വരും? 8.25 വരും. 8.25 എന്ന് വരും. 8.25 0.75 എക്സ് സമം 8.25. എക്സ് എങ്ങനെ കാണുക? 8.25 ബൈ 0.75 ദശാംശ സംഖ്യകളുടെ ഹരണം. പക്ഷേ അംശത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യം, അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ്. അപ്പോൾ നമുക്ക് ദശാംശം ഒഴിവാക്കാം. അപ്പോൾ അംശം എത്ര? 825 ബൈ ഛേദമോ 75. ഇത് ഹരിക്കുമ്പോൾ 82 ഒരു 75 ശിഷ്ടം 7, 75 ഒരു 75. എക്സിൻ്റെ വില 11. 355, 230, 166, 139, 131 ഡാഷ്. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്, വിട്ടുപോയ സംഖ്യ കാണണം. നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്, അതിൽ മിസ്സിംഗ് നമ്പർ കാണണം. നമുക്ക് 355 230 എത്ര വ്യത്യാസമുണ്ട്? 355 230 വ്യത്യാസം 5, 2, 1. ഇവിടെ 125 കുറവ് വരുന്നുണ്ട്. 230 166 എത്ര കുറയുന്നുണ്ട്? 230 166 എത്ര കുറയുന്നുണ്ട്? 4 6 10, 1 6 7 6 13, 64 കുറവ് വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് 64 കുറവ് വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടോ 166 139 കുറയ്ക്കുമ്പോൾ 7 9 16, 1 4 2 6, 27 കുറവ് വരുന്നുണ്ട്. ഇവിടെ 27 കുറവ് വരുന്നുണ്ട്. ഇവിടെയോ 139 130 8 കുറവ് വരുന്നുണ്ട്. -8, 8 കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഈ കുറഞ്ഞ സംഖ്യകൾ നോക്കൂ. 125 കുറയുന്നു, 64 കുറയുന്നു, 27 കുറയുന്നു, 8 കുറയുന്നു. ഈ 125 എന്താ? 5 ക്യൂബാണ്. ഇതോ 4 ക്യൂബാണ്. ഇതോ 3 ക്യൂബാണ്. അടുത്തത് 2 ക്യൂബാണ്. അപ്പോൾ കുറയുന്ന സംഖ്യകൾ നോക്കൂ. 5 ക്യൂബ് കുറയുന്നു, 4 ക്യൂബ് കുറയുന്നു, 3 ക്യൂബ് കുറയുന്നു, 2 ക്യൂബ് കുറയുന്നു. അപ്പോൾ അടുത്തത് എന്തായിരിക്കും കുറയണത്? 1 ക്യൂബ് കുറയ്ക്കണം അല്ലേ? 1 ക്യൂബ് കുറയണം. ഇവിടെ എത്ര? 131 അല്ലേ? 131 1 ക്യൂബ് കുറയ്ക്കണം. 1 ക്യൂബ് 1 ആണ്. അപ്പോൾ 131 കുറച്ചാൽ ഉത്തരം എത്രയാണ്? 130 ഉത്തരം. അതില്ലേ? ഒരേ നീളമുള്ള 3 നാടകളിൽ 2 എണ്ണവും മൂന്നാമത്തേതിൻ്റെ പകുതിയും അറ്റത്തോടറ്റം ചേർത്ത് വച്ചപ്പോൾ 1 മീറ്ററായി. ഒരു നാടയുടെ നീളം എത്ര? നമുക്ക് ഒരേ നീളമുള്ള 3 നാടകളാണ്. ഒരേ നീളമുള്ള 3 നാടകൾ ഒരേ നീളമാണ്. ഇതിൽ 2 എണ്ണവും മൂന്നാമത്തേതിൻ്റെ പകുതിയും, ഈ നാടയും ഇതിൻ്റെ പകുതി ഭാഗം കൂടി ചേർന്നപ്പോൾ എത്രയും അറ്റത്തോടറ്റം ചേർത്തി വെച്ചപ്പോൾ 1 മീറ്ററായി. 1 മീറ്റർ പറഞ്ഞാൽ എന്താ? 100 സെൻറ്റിമീറ്ററായി. നമുക്ക് ഒരു നാടയുടെ നീളം കാണണം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ 40 എടുത്ത് നോക്കൂ. അപ്പോൾ എല്ലാ നാടകളും തുല്യ നീളം പറയുന്നുണ്ട്. അപ്പോൾ ഇത് 40, ഇതും 40, ഇതിൻ്റെ പകുതി ചേർക്കുന്നുള്ളൂ. അപ്പോൾ 40ൻ്റെ പകുതി 20 കൂട്ടി നോക്കൂ. 40 40 80 20 100 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്റർ എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം 40 സെൻറ്റിമീറ്ററാണ്. ഇത് നമുക്ക് ഓപ്ഷൻസ് നോക്കി ഉത്തരം പറയാൻ പറ്റുന്ന എളുപ്പമുള്ള സംഖ്യകളാവുകൊണ്ട് അങ്ങനെ ഈ കണക്ക് ശരിയായ രീതിയിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ ഓരോ നാടയുടെ നീളം എക്സ് എടുക്കുക. അപ്പോൾ ആദ്യത്തെ നാടയുടെ നീളം എക്സ്, അടുത്തതും എക്സ്, അടുത്തത് പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താ എടുക്കുക? അര എക്സ്. ഇത് കൂട്ടുമ്പോൾ എത്രയാണ് വരിക? 1 മീറ്റർ, അതായത് 100 സെൻറ്റിമീറ്റർ. ഇത് കൂട്ടുമ്പോൾ 1 1 2 എക്സും അര എക്സും 2.5 എക്സ് എന്ന് വരും. 1 എക്സും 1 എക്സും 2, 2 വരെയും 2.5 എക്സ് സമം 100. ഇത് മിശ്രഭിന്നം മാറ്റുമ്പോൾ ഈ 2 4 5/2, ഈ 2 4 5/2 എക്സ് സമം 100. എക്സ് എങ്ങനെ കാണുക? എക്സ് സമം ഇവിടെ സംഖ്യ 100 ഈ ഇൻറ്റു 5/2 അങ്ങോട്ട് എടുക്കുക. ഇൻറ്റു 5/2 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 2/5 റെസിപ്രോക്കൽ ഇട്ടു. ഇത് വെട്ടിച്ചെടുക്കുമ്പോൾ 20 എന്ന് വരും. 20 × 5 100, 20 × 2 40. ഒരു നാടയുടെ നീളം 40 സെൻറ്റിമീറ്റർ. ഒരു സാധനത്തിൻ്റെ വില കഴിഞ്ഞ മാസം 1800 രൂപയായിരുന്നു. ഈ മാസം വില 10% കുറഞ്ഞു. വില അടുത്ത മാസം 10% കൂടുമെന്ന് കടക്കാരൻ പറഞ്ഞു. അടുത്ത മാസം വില എന്ത്? ഒരു സാധനത്തിൻ്റെ വില കഴിഞ്ഞ മാസം 1800 രൂപ. കഴിഞ്ഞ മാസം 1800 രൂപ. ഈ മാസം വില 10% കുറഞ്ഞു. അപ്പോൾ ഈ മാസം
ഈ മാസം എന്താ സംഭവിക്കുന്നത്? വില 10% കുറഞ്ഞു. അടുത്ത മാസം വില 10% കൂടും. അടുത്ത മാസം വില 10% കൂടും. അടുത്ത മാസം വില ഇവിടുത്തെ വരെയാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം എന്താ വില? 1800 രൂപ. അത് ഈ മാസം എന്ത് സംഭവിച്ചു? 10% കുറഞ്ഞു. അപ്പോൾ ഇൻറ്റു ഈ മാസത്തെ വില 10% കുറയുമ്പോൾ 90/100 ഇൻറ്റു അടുത്ത മാസം എന്ത് സംഭവിക്കും? 10% കൂടും. അപ്പോൾ അടുത്ത മാസം എന്താ വില? ഇൻറ്റു 110/100. ഇത് ചെയ്താൽ മതി. നമുക്കിതിൽ ഛേദത്തിൽ 100 × 100 4 പൂജ്യങ്ങൾ, അംശത്തിലും 1 2 2 4 പൂജ്യങ്ങൾ. ഇപ്പോൾ ഛേദമില്ല. 18 × 9 × 11. 18 × 9 × 11. 18 × 9 × 11 99 ഗുണിക്കുക 9 × 8 72 ശിഷ്ടം 7 ഒരു 9 9 7 16 വീണ്ടും 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതന്നെ വരിക എത്ര? 162 കൂട്ടുക 2 6 2 8 6 1 7 1. അടുത്ത മാസം വരെ 1782 രൂപ. 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 2530. അവയിൽ ഒരു സംഖ്യ ആകാവുന്നതേത്? ഓപ്ഷൻസ് ഉണ്ട്. 4 അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്, 4 പ്രൈം നമ്പേഴ്സിൻ്റെ അഭാജ്യ സംഖ്യകൾ. ഇതിൻ്റെ പ്രൊഡക്റ്റ് ഗുണനഫലം 2530 അതിലത്തെ ഒരു സംഖ്യ ഇതിലത്തെ ഏതായിരിക്കും? നമുക്ക് ഏതാ ഗുണനഫലം? 2530. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, അതായത് അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. നമുക്ക് അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം ഹരിക്കുക. 2 കൊണ്ട് ഹരിക്കുക 1 2 5 2 4 ശിഷ്ടം 1 13 6 2 12 ശിഷ്ടം 1 10 2 10. ഇനി നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 12 5 10 ശിഷ്ടം 2 26 5 25 ശിഷ്ടം 1 15 5 15. നമുക്കിതിനെ 23 കൊണ്ട് ഹരിക്കാം. 23 കൊണ്ട് 25 ഒരു 23 ശിഷ്ടം 2 23 ഒരു 23. ഇനി നമുക്കിതിനെ 11 കൊണ്ട് ഹരിക്കാം. ഒരു 11 11. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 × 23 × 11 എന്ന് എഴുതാം. അതായത് ഇതാണ് ആ 4 സംഖ്യകൾ. നമ്മുടെ ഓപ്ഷൻസിൽ ഇത് എന്താ ഉള്ളത്? 23 ഉത്തരം 23. 2 സംഖ്യകൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ ഇവ 3:5 എന്ന അംശബന്ധത്തിലാകും. സംഖ്യകളേവ? അപ്പോൾ നമുക്ക് 2 സംഖ്യകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സംഖ്യകളുടെ റേഷ്യോ 2:3 റേഷ്യോ 2:3. ആ 2 സംഖ്യകളിൽ നിന്ന് ആ ഓരോ സംഖ്യയിൽ നമുക്ക് 5 കുറച്ച് നോക്കിയാൽ, ആ 2 സംഖ്യ ഉണ്ടല്ലോ അതിൽ നിന്ന് ഓരോന്നും 5 കുറച്ചാൽ ഈ റേഷ്യോ മാറിയിട്ട് 3:5 എന്ന പുതിയ റേഷ്യോ ആവും. നമ്മൾ കാണേണ്ടത് ഏതൊക്കെയാണ് സംഖ്യകൾ. നമുക്ക് റേഷ്യോ 2:3 ഏത്? സംഖ്യകളുടെ റേഷ്യോ 2:3. അപ്പോൾ സംഖ്യകൾ എന്തെടുക്കാം? 2x-ഉം 3x-ഉം. റേഷ്യോ 2:3 സംഖ്യകൾ 2x-ഉം 3x-ഉം. ഇനി എന്താ പറയണത്? ഇതിൽ നിന്ന് ഓരോന്നും 5 കുറയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 2x-ന്ന് 5 കുറയ്ക്കുക, 3x-ന്ന് 5 കുറയ്ക്കുക. ഓരോ സംഖ്യയിൽ നിന്നും 5 കുറച്ചു. അപ്പോൾ എന്താ പുതിയ റേഷ്യോ? എത്ര പുതിയ റേഷ്യോ? 3:5. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇത് ഫ്രാക്ഷനായിട്ട് എഴുതുക. എന്താണ്? 2x - 5/3x - 5 സമം ഇത് ഫ്രാക്ഷനായിട്ട് എഴുതുക 3/5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എന്ത് വരും? 5 × 2x - 5 സമം എന്താ വരിക? 3 × 3x - 5. 5 × 2x 10x. 5 × -5 -25. 10x - 25 സമം 3 × 3x 9x. 3 × -5 -15. x ഒരു ഭാഗത്ത്, സംഖ്യകൾ മറുഭാഗത്ത്. ഇവിടെ എന്തുണ്ട്? 10x. ഈ x ഇവിടെ വന്നു -9x സമം ഇവിടെ എന്തുണ്ട്? -15. ഇത് അങ്ങോട്ട് പോകുമ്പോൾ +25. 10x നിന്ന് 9x കുറച്ചാൽ 1x സമം ഇതെന്ത് ചെയ്യണം? നെഗറ്റീവും പോസിറ്റീവ് ആകുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചേരണം. അപ്പോൾ എത്ര വരും? 10 എന്ന് വരും. നമുക്ക് എക്സിൻ്റെ വില കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. അപ്പോൾ സംഖ്യകൾ എഴുതാം. സംഖ്യകൾ ഏതൊക്കെ? 2x. അപ്പോൾ എന്ത് വരും? 2 × 10 20. അടുത്ത സംഖ്യ 3x. 3 × 10 30. സംഖ്യകൾ എത്ര? 20 30. നമുക്ക് ശരിയാണോ നോക്കാം. 20 30 അല്ലേ സംഖ്യകൾ? ഇത് ഓരോന്ന് 5 കുറച്ച് നോക്കൂ. ഇവിടെ എത്ര വരും? 15. ഇത് 5 കുറച്ച് നോക്കൂ. എത്ര വരും? 25 അല്ലേ? ഇത് ഇങ്ങനെ ഇട്ടെടുത്ത് 5 കൊണ്ട് പിടിച്ചെടുത്ത് നോക്കൂ. 3 5 15 5 25. ഇതാണ് പുതിയ റേഷ്യോ. അപ്പോൾ നമ്മൾ ഉത്തരം ശരിയാണ്. 6000 രൂപയ്ക്ക് 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ 2 തരം ഡെപ്പോസിറ്റാണ് ചെയ്യണത്. ഒരു ഭാഗത്ത് കൂട്ടുപലിശയ്ക്ക് ചെയ്തു, ഒരു ഭാഗത്ത് സാധാരണ പലിശയ്ക്ക് ചെയ്തു.
രണ്ടിലും നമ്മൾ നിക്ഷേപ തുക 6000 കേട്ടോ. ഇത് പലിശ നിരക്കോ 10%. എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്കാണ്. അങ്ങനെ 2 സ്ഥലത്തായിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ കാലാവധി കഴിഞ്ഞപ്പോൾ നമുക്ക് കൂട്ടുപലിശ കിട്ടും, സാധാരണ പലിശ കിട്ടും. ഇതിൽ ഏതായിരിക്കും കൂടുതൽ? കൂട്ടുപലിശയായിരിക്കും കൂടുതൽ. ആ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ കണക്ക് ചെയ്യാൻ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം. ആ സൂത്രവാക്യം 3 വർഷത്തേക്ക് വരുമ്പോൾ മാത്രമാണ്. 3 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. സൂത്രവാക്യം PR²/10000 × 3 + R/100. ഇതാണ് സൂത്രവാക്യം. എപ്പോൾ? 3 വർഷത്തേക്കാവുമ്പോൾ. ഇതേ ചോദ്യം 2 വർഷത്തേക്കാവുമ്പോൾ ഇത് മാത്രമാണ് സൂത്രവാക്യം. അപ്പോൾ ഈ ഭാഗം വരില്ല. 2 വർഷത്തേക്കാവുമ്പോൾ PR²/10000. 3 വർഷത്തേക്കാവുമ്പോൾ അതിൻ്റെ കൂടെ × 3 + R/100 വില കൊടുക്കുക. ഈ നിക്ഷേപ തുക പ്രിൻസിപ്പൽ എത്രയാണ്? 6000 × R², പലിശ നിരക്കിൻ്റെ വർഗ്ഗം. 10² എത്രയാണ്? 100/1000 × 3 + R എത്രയാണ്? 10/100. അപ്പോൾ 6000 × 100/1, 2, 3, 4, 10000 × ഇതെങ്ങനെയാണ് കൂട്ടുക? 3 × 100 300 + 10 310/100. 3 × 100 300 10 കൂട്ടി 310/100. നമുക്കിനി ഇത് വെട്ടിച്ചുരുക്കിയാൽ മതി. താഴെ 4 2 6 0 ഉണ്ട്, മുകളിൽ 3 2 5 6 0 ഉണ്ട്. അപ്പോൾ എല്ലാ പൂജ്യങ്ങളും നമുക്ക് 3ഉം 2ഉം 5ഉം 1ഉം 6. ഇവിടെ 4 2 ഇതെല്ലാം വെട്ടിപ്പോയി. ഇപ്പോൾ ഛേദം ഒന്നുമില്ല. അംശത്തിൽ എന്താ പിന്നുള്ളത്? ഒരു 6 ഉണ്ട്, ഒരു 31 ഉണ്ട്. 6 × 31 ഗുണിക്കുമ്പോൾ 186 രൂപയാണ് 3 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. എത്ര? 186 രൂപ. (28/42) = 16/A = 24/B = C/48 ആയാൽ 2 × A + B + C യുടെ വില കാണുക. ഇതിൽ എല്ലാം പരസ്പരം തുല്യമാണ്. എല്ലാതും പരസ്പരം തുല്യമാണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ആദ്യത്തെ ജോഡി മാത്രം എടുക്കാം. 28/42 = 16/A. നമുക്കിത് 14 കൊണ്ട് വെട്ടിച്ചെടുക്കാം. 14 കൊണ്ട് 14 28 3 14 42 16/A. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × A 2A = 3 × 16 48. 2A = 48 ആണെങ്കിൽ A = 48/2 24. നമുക്ക് A കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കാം. ഏതൊക്കെ? 16/A. 16/A നമുക്ക് കിട്ടിയ എത്രയാണ്? 24. 16/24 = 24/B. ഇത് നമുക്ക് 8 കൊണ്ട് പഠിച്ചെടുക്കാം. 8 16 3 24 24/B. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × B 2B = 3 × 24 72. 2B = 72. B = 72/2 36. എയും കിട്ടി, ബിയും കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കാം. എന്താണ്? 24/B. B എത്രയാണ്? 36 C/48. C/48 നമുക്ക് 12 കൊണ്ട് പിടിച്ചെടുക്കാം. 2 12 24 3 12 36 C/48. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × C 3C = 2 × 48 96. 3C = 96. C = 96/3 എത്ര വരും? 32. നമുക്ക് എയും ബിയും സി എല്ലാം കിട്ടി. ഇതിൽ വില കൊടുക്കുക. എന്താണ്? 2 × A + B + C. എയും ബിയും സിയും കൂട്ടുക. 24 കൂട്ടണം 36. 24ഉം 6ഉം 30 30ഉം 60. സി കൂട്ടുക. 60 32 കൂട്ടിയ 92. 2 × 92 ഉത്തരം 184. സമയം സൂചിപ്പിക്കാൻ മണിക്കൂറിൽ ബെല്ലടിക്കുന്ന ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര ബെല്ലടിക്കും? നമുക്ക് രാത്രി 12 മണി മുതൽ, അതായത് 12 AM മുതൽ, ഒരു ദിവസം രാത്രി 12 മണി മുതൽ ആ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ, രാത്രി 12 മണി 12 AM മുതൽ ഉച്ചയ്ക്ക് 12 PM വരെയുള്ള സമയം പരിഗണിക്കുക. നമുക്ക് 12 AM കഴിഞ്ഞാൽ 1 മണിക്ക് ഒരു ബെല്ലടിക്കും, 2 മണിക്ക് 2 ബെല്ലടിക്കും, 3 മണിക്ക് 3 ബെല്ലടിക്കും, 4 മണിക്ക് 4 ബെല്ലടിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിക്ക് 12 ബെല്ലടിക്കും. 1 മണിക്ക് 12 AM കഴിഞ്ഞാൽ 1 AM ഒരു ബെല്ലടിക്കും, 2 AM 2 ബെല്ലടിക്കും, 3 AM 3 ബെല്ലടിക്കും, 4 AM 4 ബെല്ലടിക്കും. അങ്ങനെ 12 PM 12 ബെല്ലടിക്കും. അപ്പോൾ ഇതിലാകെ എത്ര മണി മുഴക്കങ്ങളുണ്ട്, ഇതിലാകെ എത്ര ബെല്ലടി ഉണ്ടെന്ന് നോക്കാൻ 1 മുതൽക്ക് 12 വരെയുള്ള സംഖ്യകൾ കൂട്ടണം. 1 മുതൽക്ക് 12 വരെയുള്ള സംഖ്യകൾ കൂട്ടണം. ഇത് സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇതിൽ
ഇതിലത്തെ തുക കണ്ടാൽ മതി. ഇതിലത്തെ തുക എങ്ങനെ കാണുക? തുക കാണുന്ന സൂത്രവാക്യം എന്താ? S സമം n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതാണ് സൂത്രവാക്യം. വില കൊടുക്കുക. n എത്ര എണ്ണം ഉണ്ട് ഇതിൽ? 12 എണ്ണം. 1 2 3 4 അങ്ങനെ 12 എണ്ണം ഉണ്ട്. അപ്പോൾ 12/2 ഇൻറ്റു ആദ്യ പദം എത്ര? 1 പ്ലസ് അവസാന പദം എത്ര? 12. 12/2 6 ഇൻറ്റു 1 12 13 കൂട്ടുമ്പോൾ 13, 6 ഇൻറ്റു 13 78. അതായത് രാത്രി 12 മണി മുതൽ, അതായത് 12 AM മുതൽക്ക് ഉച്ചയ്ക്ക് 12 മണി വരെ, 12 PM വരെ എത്ര മണി മുഴങ്ങും? 78. ഇനി നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട്, ഒരു ദിവസം കഴിഞ്ഞില്ല. ഇനി 12 PM മുതൽക്ക് പിന്നെ രാത്രി 12 മണി വരെ, അതായത് അടുത്ത ദിവസം രാവിലെ 12 AM വരെ, അതിലും കൂടി ഇതേ മണിമുഴക്കങ്ങൾ ഉണ്ടാവും. ഇത് പകുതിയായിട്ടു, ഒരു ദിവസത്തിൻ്റെ പകുതിയായുള്ളൂ. ഇതുപോലെ അടുത്ത പകുതിയും കൂടി ഉണ്ട്, അവിടെയും എത്ര മണി മുഴങ്ങും? 78. അപ്പോൾ ഒരു ദിവസത്തിലാകെ, ചോദ്യത്തിൽ ഒരു ദിവസത്തിലാകെ എത്ര? 78 × 2 ഉത്തരം 156.